ട്രൈഡന്റ്. കറാച്ചിയെ കത്തിച്ച 3 ബോട്ടുകൾ. ഇന്ത്യൻ നാവികസേനാ ദിനത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിലെ സാഹസിക സൈനിക ദൗത്യം ഒന്നറിയാം. ഈ വർഷം ഡിസംബർ 3-നാണ് ഇന്ത്യ നാവികസേനാ ദിനം ആചരിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വരവ് പ്രമാണിച്ചാണ് ദിനാചരണം ഒരു ദിവസം നേരത്തെയാക്കിയത്. സാധാരണ ഇത് ഡിസംബർ 4-നാണ്. ഇന്ത്യൻ നാവികസേന പാക് തുറമുഖമായ കറാച്ചി ആക്രമിച്ച ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മ ദിവസമാണ് അന്ന്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമുറ്റതാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. 60കളുടെ അവസാന കാലത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ ഓസ-1 എന്നു പേരുള്ള 8 മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചായിരുന്നു ദൗത്യം. കപ്പലുകളെ തകർക്കാൻ സാധിക്കുന്ന സ്ട്രൈക്സ് മിസൈലുകളും അത്യാധുനിക റഡാറുകളും ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പരിമിതി. റേഞ്ച് കുറവായതിനാൽ തീരസംരക്ഷണത്തിനായിരുന്നു ഓസ ബോട്ടുകൾ അഭികാമ്യം. മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി യുദ്ധം നടത്താൻ ഇവ അനുയോജ്യമായിരുന്നില്ല. 1971 ഡിസംബർ 3-ന് പാക് വ്യോമസേന ഇന്ത്യയുടെ 6 എയർഫീൽഡുകൾ ആക്രമിച്ചതോടെ യുദ്ധം തുടങ്ങി. പാകിസ്ഥാൻ നാവികസേനയുടെ മർമ്മമായ കറാച്ചിയെ ആക്രമിക്കാൻ താമസിയാതെ ഇന്ത്യ പദ്ധതിയിട്ടു. ഓസ മിസൈൽ ബോട്ടുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു തീരുമാനം. റേഞ്ച് കുറവാണെന്ന പരിമിതിക്ക് നാവികസേനയിലെ ഉദ്യോഗസ്ഥർ പ്രതിവിധി കണ്ടെത്തി. ഓസ ബോട്ടുകളെ കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപം എത്തിക്കുക. INS കച്ചൽ, കിൽത്താൻ എന്നീ ഫ്രിഗേറ്റ് കപ്പലുകൾ, നിപർ, നിർഘർ, വീർ എന്നീ ഓസ മിസൈൽ ബോട്ടുകളെ കറാച്ചി ഹാർബറിനു സമീപമെത്തിച്ചു. അവിടെ നിന്ന് ബോട്ടുകൾ തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങി. അന്ന് രാത്രി 11-ന് INS നിർഘതിലെ റഡാർ PNS ഖൈബർ, ഷാജഹാൻ, വീനസ് ചാലഞ്ചർ എന്നീ പാക് സൈനിക കപ്പലുകളെ കണ്ടെത്തി. താമസിയാതെ ആക്രമണം തുടങ്ങി. 3 കപ്പലുകളും മുങ്ങി. ശേഷം ബോട്ടുകളുടെ ശ്രദ്ധ തീരത്തെ ഇന്ധന സംഭരണികളിലായി. മിസൈലുകളേറ്റ ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ചു. കറാച്ചി തുറമുഖം കത്തിയിരിഞ്ഞു. ദൗത്യം പൂർത്തിയാക്കി ബോട്ടുകൾ മടക്കയാത്ര തുടങ്ങി. അപ്പോഴേക്കും പാക് യുദ്ധവിമാനങ്ങൾ പറന്നെത്തിയിരുന്നു. ഇന്ത്യൻ കപ്പലെന്ന് തെറ്റിദ്ധരിച്ച് അവരൊരു കപ്പലിനെ ആക്രമിച്ചു. അത് പാകിസ്ഥാന്റെ തന്നെ പടക്കപ്പലായ PNS സുൾഫിക്കറായിരുന്നു. ഡിസംബർ 7-ന് മുംബൈ നാവിക തുറമുഖത്ത് ട്രൈഡന്റ് ദൗത്യ സംഘത്തിലെ 3 മിസൈൽ ബോട്ടുകളും 2 പടക്കപ്പലുകളും തിരിച്ചെത്തി. വീരോചിതമായ വരവേൽപ്പായിരുന്നു അവരെ കാത്തിരുന്നത്. ഇന്ത്യ തിളക്കമാർന്ന വിജയം നേടിയ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ നിർണായക ഏടായിരുന്നു ട്രൈഡന്റ്. നാവികസേനാ ദിന ഉദ്ഭവ വിവരങ്ങൾക്ക് കണ്ടപ്പാടം മലയാള മനോരമ ദിനപത്രത്തിനോട്.